ഹായ് എവരി വൺ, ഇതാണ് കണ്ണൂർ ജില്ലയിലെ സർ സയ്യിദ് കോളേജ്. എൻ്റെ ഡയറക്ടർ നേരത്തെ പറഞ്ഞ പോലൊന്നുമല്ല, വളരെയധികം ചുള്ളന്മാരും ചുള്ളത്തികളും ഒക്കെയുള്ളൊരു കോളേജാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കറിയണ്ടേ? എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്യാമ്പസ് ഹംഗാമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. ഹലോ എവരി വൺ. ഓ, ഇതെന്താ ഒരാൾ മാത്രം മുണ്ടില്ലേ? നേതാവാണോ? എന്തിന്റെ നേതാവ്? എന്തോ? എന്താണ് പേര്? ജാസ് റോക്കെ. പരിചയപ്പെടുത്തുന്നു. എന്തിന്റെ നേതാവാണ്? MSF നേതാവ്. ഏറ്റവും വലിയ സീനിയർ ആരാ കൂട്ടത്തില്? എല്ലാരും സെക്കൻഡ് ഇയർ അല്ല, ജൂനിയേഴ്സ് ആരും ഇല്ല. അപ്പൊ ഇവിടുത്തെ ടീംസ് ആണ് സെക്കൻഡ് ഇയേഴ്സ് ആണ്. പുതിയ ആൾക്കാരൊന്നുമില്ല. തേർഡ് ഇയർ ഉണ്ട്. പുള്ളിക്കാരാണ് കൂട്ടത്തെ ഏറ്റവും വലിയ സീനിയർ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്താ പാട്ട് പാടാനാണോ പോകുന്നത്, ഡാൻസ് കളിക്കാനാണോ പോകുന്നത്? എന്നാ കഥകളി കളിക്കാൻ പോവാണ്. എന്തോ അടവുകൾ തുടങ്ങി. എവിടെ നോക്കട്ടെ, ഗോള് നോക്കട്ടെ, എവിടെ ഗോള് വരുന്നുണ്ടല്ലോ. അപ്പം കൂട്ടത്തിലാ പാടുന്ന കളിക്കുന്ന ആരുമില്ലോ? നേതാവാണ്, നമ്മളെ നയിക്കേണ്ട ആളാണ്, ഫ്യൂച്ചറിൽ നമ്മളെ നയിക്കേണ്ട ആളാണ്, നേതാവാണ്. പാടിയേ പറ്റൂ, പിടിച്ചോളൂ, പാടിയേ പറ്റൂ. അതിന്റെ പേരെന്താണ്? കുഞ്ഞുമോൻ. ഇവിടെ കുഞ്ഞുമോൻ, ക്യാമ്പസിന്റെ മുത്ത് കുഞ്ഞുമോൻ. സൂമിൻ. ഇതിലാജ് കുഞ്ഞുമോന്റെ കമ്പനിക്കാരൻ. പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചപ്പോ കോളേജ് മൊത്തം കൈയടിച്ചു. അപ്പൊ നമ്മളെല്ലാരും ചേരുന്ന പാട്ട് പാടാൻ പോവാ. പാട്ട് പാടാല്ലേ? ഏത് പാട്ടാ നമ്മൾ പാടാൻ പോവാൻ? ഏത് പാട്ടാ നമ്മൾ പാടാൻ പോവാൻ? തലൈവനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മുടെ സർ സയ്യിദ് കോളേജിലെ ലീഡറിന്റെ ചുള്ളന്മാരും കൂടെ നമുക്ക് മധുവർണം പാട്ട് പാടാൻ പോവാണ്. തുടങ്ങിക്കോ, പിടിച്ചോ ലീഡർ, പിടിച്ചോ. ടീം ഓഫ് അലംബാസ്. സത്യമാണോ? സത്യം. വളരെ ചെറിയ കുട്ടികളാണല്ലോ. ഏറ്റവും വലിയ കുട്ടിയുടെ ഇടയ്ക്ക് നിങ്ങളുടെ ലീഡർ ഏതാ? അലംബാസിന്റെ ലീഡർ ഏതാ? അലംബാസിന്റെ ലീഡർ ഏതാ? ലീഡറാണല്ലേ? ജിമ്മാലി. ജിമ്മു നോക്കട്ടെ, മസിൽ നോക്കട്ടെ. വേണ്ടേ വേണ്ട. അലംബാസ് ടീമിന്റെ കെയർടേക്കർ ആണ് ജിമ്മാലി. അപ്പൊ എല്ലാരും പരിചയപ്പെടുത്തിക്കോ. മുഹമ്മദ് അലി, അലംബാസിന്റെ ഹെഡ്. മുബാറക്. വട്ടപ്പേരൊന്നുമില്ലേ? ജിമ്മാലി. എന്തില്ല വട്ടപ്പേരില്ല? അബ്ദുള്ള. വട്ടപ്പേരില്ല? മുഹമ്മദ് റാഷിദ്. അലംബാസിന്റെ സെക്രട്ടറി മണഗുണ. ഓക്കെ. ഷറഫുദ്ദീൻ. വട്ടിപ്പേരില്ല? പുള്ളി ഡോൺ ആണ്. ഡോൺ. ഓ ശരി. ഷാഹിദ്. സമദ്. സുനൈസ്. പി ഷിജു. അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരു പാട്ട് പാടിയാലോ? മഞ്ഞ ചോപ്പ്. എന്താ പേര്? ഷഹീർ. നമുക്ക് വേണ്ടി പാടാൻ പോവാണ്. പിടിച്ചോ, തുടങ്ങിക്കോ. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा, तुझसे जुदा कर हो जाएंगे, तू खुद से ही हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी,
मेरी आशिकी अब तुम भी हो. പുലി. അപ്പൊ കാണാം, നമുക്ക് പ്രോഗ്രാമിന് കാണാം. ചേരുന്ന thumbs up for ക്യാമ്പസ് ഹംഗാമയുടെ ഈ ട്രാവലോഗ് എത്തിയിരിക്കുന്നത് കണ്ണൂരിലെ വളരെ പ്രശസ്തമായ സർ സെയ്ദ് ക്യാമ്പസിലാണ്. ഹലോ കൊല്ലേ സർ സെയ്ദ്. ചുണക്കുട്ടികളിലും ചുണക്കുട്ടന്മാരിലും സ്വന്തം കോളേജിനെ വളരെ മധുരമായ ഭാഷയിൽ പ്രശംസിക്കാൻ പറ്റിയ ആരുണ്ട്? യെസ്, ആരുണ്ട്? സ്വന്തം കോളേജിനെ കുറിച്ച് അഭിമാന പുരസരം പറയാൻ വരുന്നു. എന്താ പേര്? ഫവാസ്. ഫവാസ് സ്വന്തം കോളേജിനെ കുറ്റി പറയാൻ പോകുന്നു. ആൻസർ പോയം. സർ സെയ്ദ് കോളേജിൻ്റെ വരാന്തയിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കറിയാം ശാന്തസുന്ദരമായ ആ ക്യാമ്പസിന് മുൻപേക്ക് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ സുന്ദരികൾ മാത്രമേ ഈ കോളേജിൽ പെൺകുട്ടികൾക്കിടയിലുള്ളൂ. അതുപോലെ തന്നെ പുരുഷന്മാർക്കിടയിൽ സുന്ദരന്മാർ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അത് വീണ്ടും നമുക്ക് ഉണർത്താം. മറ്റേതൊരു ക്യാമ്പസിനേക്കാൾ അപ്പുറത്ത് ശാന്തമായ അന്തരീക്ഷം ഈ ക്യാമ്പസിൻ്റെ പ്രത്യേകതയാണ്. രാഷ്ട്രീയ സംഘർഷങ്ങളില്ല എന്നുള്ളത് ഒന്നുകൂടി എടുത്തു പറയുന്നു. ഈ ക്യാമ്പസിനകത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമുണ്ട്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് സേവന സന്നദ്ധമായ പ്രവർത്തനം മാത്രമാണ് അവരുടെ ലക്ഷ്യവും മുഖമുദ്രയും എന്ന് പഠിച്ച താത്വികമായിട്ടും എല്ലാം കൊണ്ടും ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന നല്ലൊരു വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സർ സെയ്ദ് കോളേജിലേക്കുള്ളത്. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഡിഗ്രി വിദ്യാർത്ഥിക്ക് 18 തികഞ്ഞ 20 തികഞ്ഞ വിദ്യാർത്ഥിക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവ്വം സർ സെയ്ദ് കോളേജിൽ പഠിച്ചവർക്ക് അഭിമാനപൂർവ്വം പറയാം സർ സെയ്ദ് പഠിച്ചു. ശരി, ആ ഒച്ച ഉണ്ടാക്കുന്ന ആർക്കെങ്കിലും സ്റ്റേജിൽ വന്ന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? വാ, ധൈര്യമുള്ള ആൾ വന്നോട്ടെ. ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഒറ്റയാളുള്ളോ? എന്താ പേര്? മർജാൻ. മർജാൻ. പാട്ടാണോ ഡാൻസ് ആണോ? പാട്ട്. സോ നിങ്ങളുടെ മർജാൻ പാട്ടുമായിട്ട് വരികയാണ്. ലെറ്റ്സ് വെൽക്കം ഹിം ഓൺ ദി സ്റ്റേജ്. देख लो मिट गई दूरियां, मैं यहाँ हूँ, यहाँ हूँ, यहाँ हूँ, यहाँ. जानम देख लो मिट गई दूरियां, मैं यहाँ हूँ, यहाँ हूँ, यहाँ हूँ, यहाँ. जानम देख लो मिट गई दूरियां, मैं यहाँ हूँ, यहाँ हूँ, यहाँ हूँ, यहाँ.
कैसी सरहदें कैसी मजबूरियाँ, मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ। तुम छुपा ना सकोगी मैं हो राज हूँ, तुम भुला ना सकोगी वो अंदाज हूँ। गुमजुदा हूँ जो दिल में तो है राह क्यों, मैं तुम्हारे है दिल की तो आवाज हूँ। सुन सको तो सुनो धड़कनों की ज़बान, मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ। कैसी सरहदें कैसी मजबूरियाँ, मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ। इधर कम ऑन। मैं अब तुम्हारे ख्यालों में हूँ, मैं जवाबों में हूँ, मैं सवालों में हूँ। मैं तुम्हारे हर इत्तेहाब में हूँ बसा, मैं तुम्हारी नज़र के उजालों में हूँ। देखती हो मुझे देखती हो जहाँ, मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ। जानम देख लो मिट गई दूरियाँ, मैं यहाँ हूँ यहाँ हूँ यहाँ। सरहदें कैसी मजबूरियाँ, मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ। ഈ പാട്ടെങ്ങനെ ഉണ്ടായിരുന്നോ? എന്നാ ഒന്ന് പുറക്കെ കൈയടിച്ചോട്ടെ. ശരി, പാട്ടൊക്കെ ആയാലും ഇനി ഒരു ഗെയിം ആയാലോ? കേൾക്കാൻ വയ്യ. ഗെയിം കളിക്കാൻ താല്പര്യമുള്ള 3 ആൺകുട്ടികൾ കൈപൊക്കിയാട്ടെ. 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും സ്റ്റേജിലോട്ട് വന്നട്ടെ. 3 ആൺകുട്ടികൾ സ്റ്റേജിലോട്ട് വന്നട്ടെ. ധൈര്യമുള്ള 3 ആൺകുട്ടികൾ സ്റ്റേജിലോട്ട് വന്നട്ടെ. പെട്ടെന്നായിക്കോട്ടെ പെട്ടെന്നായിക്കോട്ടെ. ഒരാൾ എത്തിക്കഴിഞ്ഞു. 2 3. ഗെയിം എന്താണെന്നറിയോ? ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ എടുക്കാം. എന്താ പേര്? റോഷൻ. 3rd ഇംഗ്ലീഷ്. ജുനൈദ്. BRB സെക്കൻഡ് ഹിസ്റ്ററി. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിന് വേണ്ടി 3 ആൺകുട്ടികളെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഗെയിം പറയാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ പാവയ്ക്ക കൊണ്ടുവെക്കും. അതിലൊരു 20ഓളം സ്ലൈസ് ഉണ്ടാവും. ഏറ്റവും അധികം സ്ലൈസ് തിന്നുന്ന ആളാവും ഇതിൻ്റെ വിജയം. ഓക്കെ, സോ ഗെയിം തുടങ്ങാൻ പോവാണ്. അപ്പോൾ തുടങ്ങാം. റഷീഫ്, ജുനോ ആൻഡ് റോഷൻ, സ്റ്റാർട്ട് ദി ഗെയിം. 1, റോഷൻ 1, ജുനോ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. രണ്ടാമത്തത്
റോഷൻ മൂന്നാമത്തത്. ചെറുത് തെരഞ്ഞെടുക്കാണല്ലേ, വെള്ളം തരില്ല. ജുനു കള്ളത്തരം കാണിച്ചു, ഒരെണ്ണം പാന്റിന്റെ പോക്കറ്റിൽ ഇട്ടു, പക്ഷെ താഴെ പോയി. റോഷൻ ചോറാ കഴിക്കുന്നത് ആക്ച്വലി, പാവയ്ക്കല്ല. പോട്ടെ പോരട്ടെ. പ്രോത്സാഹനം കുറഞ്ഞു, സ്പീഡും കുറഞ്ഞു. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പതുക്കെ കഴിച്ചാൽ മതി. പതുക്കെ തിന്ന പനിയും തിന്നു. കഴിച്ചോളൂ. ജുനു ഒഴിക്കലും തോപ്പിക്കാൻ പോകുന്നില്ല, രണ്ടാമത്തെ എടുക്കുന്നത്. പേടിക്കണ്ട. റോഷ പോട്ടെ, അത് മൊത്തം വായിൽ വെക്കും. ഞാനൊരു കൗണ്ട് എടുത്തോട്ടെ, 5 ആക്കട്ടെ, മൊത്തം വായിൽ വെക്കും. പോരട്ടെ. റോഷനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നേ. പോരട്ടെ. അവിടെ 4, ഇവിടെ 5. ഒന്നും കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ ആക്കാം. ഇല്ല, ക്വിറ്റ് ചെയ്യുക. ഇറങ്ങിക്കോ. കഴിഞ്ഞോ? കഴിക്കാൻ പറ്റുമോ? ഇനി പറ്റോ? ജുനു ഇല്ല. അതെന്നാ പണിയാ? മെയിൻ സാധനം എടുത്ത് മാറ്റുന്നേ. കൈയടികൾ റോഷന് മാത്രം. റോഷൻ മാത്രമേ വെക്കുന്നുള്ളൂ. ടൈം കഴിഞ്ഞു. നമ്മുടെ ആള് റോഷനാണ്. എല്ലാരും പരമാവധി ശ്രമിച്ചല്ലോ. സോ നമ്മുടെ വിജയ് റോഷൻ അല്ല. റോഷനൊരു വെല്ലുവിളിയായിട്ട് 3 പെൺകുട്ടികൾ വരുന്നുണ്ടോ കഴിക്കാൻ? ദാ റെഡിയായി, ഒരാൾ റെഡിയായി. ഇനി 2 പേരും കൂടെ. 2 പേരും കൂടെ വന്നേ പറ്റൂ. റോഷൻ പറയുന്ന ഒരു കീരി എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി തോൽപ്പിക്കാൻ പറ്റുമെന്നാണ്. പെട്ടെന്ന് ഒരു സമയം പോന്നു. 2 പേരും കൂടെ. ശ്രുതിക്ക് ഒരു കോമ്പറ്റീറ്റർ, ഒരാള് കൂടി. എന്താ പേര്? അസീബ. ഗെയിമിന് ആള് തികഞ്ഞു. എന്താ പേര്? ശ്രീജിന, ശ്രുതി ആൻഡ് ഹസീബ. സോ അവരുടെ ഗെയിം തുടങ്ങാൻ പോവാണ്. ആ സാധനം എത്തിക്കഴിഞ്ഞു. മെയിൻ ഡിഷ് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഡിഷ് എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് നീട്ടി വെച്ചോളൂ. തുടങ്ങാൻ പോവാണ്. സ്റ്റാർട്ട്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ ആരും വന്നില്ല. ധൈര്യപൂർവ്വം 3 ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. ശ്രുതി പോട്ടെ. കൈയടിക്കൽ കുറയ്ക്കല്ലേ, അവർക്ക് ധൈര്യം പോവും. ശ്രുതിയെ പ്രോത്സാഹിപ്പിക്കും. ശ്രുതി കരച്ചിൽ വരുന്നോ? കൈയടിക്കൂ പ്ലീസ്. ശ്രുതിക്ക് പാവയ്ക്കൊരു പ്രശ്നമല്ല. പോട്ടെ. സൃജനി നല്ല റേഞ്ചിലാണ്. 2 തീർന്നു. 3ാമത്തെ. അടുക്ക് നിൽക്കുന്ന ആൾക്ക് എന്താ ഒരു പ്രശ്നം? പോട്ടെ, കഴിച്ചോളൂ. 4ാമത്തത്. ആരാ അവിടെ നിന്ന് കോൺസെൻട്രേഷൻ തെറ്റിക്കുന്നേ? ശ്രീജന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ. കൈയടിച്ചാൽ മാത്രം മതി. ശ്രീജന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കരുത്. ശ്രുതിക്ക് 3 ബാക്കി. ആഷിബയ്ക്ക് 4 ബാക്കി. ഇവിടെ 3 ബാക്കി. ഇതിനേക്ക് 3 ബാക്കി. ഇത് ഭയങ്കര മത്സരമാണല്ലോ. ആൺകുട്ടികളെക്കാൾ ഭയങ്കര കട്ടി മത്സരമാണല്ലോ. ഇതിൽ ഇപ്പോഴും റണ്ണിങ്, ഒന്നും വെളിയിൽ പോയിട്ടില്ല. ഓക്കെ, സമയം കഴിഞ്ഞു. നമുക്ക് വിജയനെ നോക്കാം. ഞാൻ പറഞ്ഞുതരാം.
ഈ നിൽക്കുന്ന ആൾ 2 എണ്ണം ബാക്കി വെച്ചു, ഇയാളും 2 എണ്ണം ബാക്കി വെച്ചു, അയാളും 2 എണ്ണം ബാക്കി വെച്ചു. ഇപ്പൊ ആൺകുട്ടികളാണോ ബെറ്റർ പെൺകുട്ടികളാണോ ബെറ്റർ? ആൺകുട്ടികളുടെ കൂട്ടത്തിൽ നടുക്ക് നിന്ന് ആ പുള്ളി ഒന്നും ചെയ്തില്ല, ഒരെണ്ണം പകുതി അടിച്ചു ബാക്കി പോക്കറ്റ് വെച്ചു, അത്ര ചെയ്തുള്ളൂ. പെൺകുട്ടികളുടെ കൂട്ടത്തിൽ 3 പേരും വിജയികളാണ്. ഓക്കെ, വലിയൊരു കൈയടി കൊടുക്കാം 3 പേർക്കും. ഒന്നിനൊന്ന് പോരാടി, അതാണ് പെൺകുട്ടികൾ, തോറ്റു കൊടുക്കില്ല. സർ സയ്യിദ് കോളേജിലെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ അനന്തൻ സൈനിങ് ഓഫ്.